എടാ കിച്ചു, എടാ എന്തുവാടാ നോക്കി. ആ എന്നെ നിങ്ങൾക്ക് മേത്ത് കയറണോ? എന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറണം. ഇവിടെ കണ്ടോ മാനിയായിട്ട് മടി കയറി ഇരിക്കുന്നത്? നീ എങ്ങോട്ടേ കയറി കയറി വരുന്നത്? എങ്ങോട്ടാ കയറി കയറി വരുന്നത്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ രണ്ട് മിനിയേച്ചർ പിഞ്ചർ ഡോഗുകളെയാണ്. ഇവൻ കിച്ചു മെയിലാണ്, ഇത് രുക്കു ഫീമെയില്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് റീലൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവളിപ്പം ഒരാഴ്ച കൊണ്ടൊക്കെ ഇവള് പ്രസവിക്കുമായിരിക്കും. അപ്പൊ ഞാൻ പ്രഗ്നൻസിയുടെ അവസാന സമയമാകുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ലാസ്റ്റ് സമയത്തേക്ക് ഇവർക്ക് കൊടുക്കേണ്ട പ്രത്യേക കെയറും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റേ ഇവരെ വിട്ടാലോ. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിയുടെ 1 വീക്ക് മുന്നേ തൊട്ട് കാൽഷ്യം സപ്ലിമെന്റേഷൻ നമ്മുടെ ഫീമെയിൽ ഡോഗ്സിന് കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഡെയിലി ബേസിൽ കൊടുക്കണം. ടുവേർഡ്സ് അത് ജസ്റ്റേഷൻ കഴിഞ്ഞാലും കൊടുക്കണം. നമ്മൾ ആ മിൽക്കിംഗ് ആയിട്ടുള്ള ആ ഒരു ലാക്ടേറ്റിംഗ് പീരീഡിലും നമ്മൾ കണ്ടിന്യൂസ് ഈ കാൽഷ്യം സപ്ലിമെന്റേഷൻ കണ്ടിന്യൂ ചെയ്യണം. രണ്ടാമതായിട്ട് പറയാം, ഇവര് സമ്മതിക്കത്തില്ല. ഞാൻ ഇവരെ കൂട്ടിലാക്കിയിട്ട് ബാക്കി വിശദമായിട്ട് പറയാം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഈ ഒരു പ്രസവിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളൊരു ബെഡിങ് സ്പേസ്, അവർക്ക് ലിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഡാർക്കായിട്ട്, ഇച്ചിരി ഡാർക്കായിട്ട്, അധികം ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കണം. അപ്പൊ അങ്ങോട്ട് ഇവരെ കൂടുതലായിട്ട് നമ്മൾ അടുപ്പം ഉണ്ടാക്കി കൊടുക്കുക. അവിടെ കുറെ ബെഡിങ് മെറ്റീരിയൽസ് ലൈക്ക് കോട്ടൺ, കുറച്ച് തുണിയുടെ കഷ്ണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് അവർക്കൊരു കംഫർട്ട് ആയിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാകുമ്പോൾ ഇവർക്ക് പ്രസവം കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ലൈക്ക് അവർക്ക് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും ആ ഒരു സ്പേസ് എന്ന് പറയും. പ്രസവത്തിന് മുമ്പേ തന്നെ കുഞ്ഞിന്റെ എണ്ണം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പ്രസവം നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം വന്നു എന്ന് ഉറപ്പിക്കാനും, അതുപോലെ തന്നെ പ്രസവത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, വീണ്ടും അത് സ്ട്രെയിൻ ചെയ്യുന്നത് കാണുമ്പോൾ കുഞ്ഞുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കുഞ്ഞ് അകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പം അത് നേരത്തെ അറിഞ്ഞിരിക്കാൻ ഒരു 45 ഡേയ്സിന് ശേഷം ഒരു 50 ഡേയ്സ് ഒക്കെ കടക്ക് കൂട്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയി ഒരു എക്സ്റേയും കൂടെ എടുക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ എണ്ണം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്രസവിക്കുന്നതിന് തൊട്ടടുത്ത് വരെ എത്തി. ഇപ്പൊ പ്രസവ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇവർ ഫുഡ് ഇൻടേക്ക് അങ്ങനെ അങ്ങ് നിർത്താറുണ്ട്. നോർമലി ചില ഡോഗുകൾ, ചിലവർക്കാണെങ്കിൽ ഫുഡ് ഇൻടേക്കിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഇവരൊരു ഞരക്കലും മുക്കലും മൂളലും, ഒരു മൂല തപ്പി പോവുക, ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുക, അങ്ങനെയുള്ള ഒരു പ്രത്യേക ബിഹേവിയറൽ ചേഞ്ച് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ മൂത്രമൊഴിച്ച് വെക്കുക, അങ്ങനെയുള്ള ഒരു പരവേശവും വെപ്രാളവും ഒക്കെ ഇവർ ആ ഒരു സമയത്ത് കാണിക്കും പ്രസവത്തോട് അടുപ്പിച്ച്. അപ്പൊ അങ്ങനെയൊക്കെ ലക്ഷണം കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാം എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അപ്പൊ ശരി, ബൈ.